നമസ്കാരം. ജനാധിപത്യ സംവിധാനങ്ങളോട് വിയോജിപ്പുള്ള, താല്പര്യക്കുറവുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ലോകത്തെമ്പാടുമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ജനസമൂഹങ്ങളുണ്ട്, മത ഭരണകൂടത്തിൻ്റെ കീഴിലുള്ളവരുണ്ട്, സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വലിയ പ്രാമുഖ്യം നൽകുന്ന ഭരണ സംവിധാനങ്ങളിൽ പെടുന്നവരുണ്ട്. അവരെല്ലാം ഒന്നുകില്ലെങ്കിൽ ഒരു പട്ടാള ഭരണകൂട ജനാധിപത്യ സംവിധാനം അല്ലാത്തൊരു സംവിധാനത്തിലേക്ക് പോവുക, അതുമല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാത്തവരെ നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരിക. ഇത്തരം രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ എന്താണ് ജനങ്ങൾക്ക് അധികാരം യഥാർത്ഥത്തിൽ ഉണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിലിരിക്കുകയോ അധികാരത്തിൽ വരാൻ സാധ്യതയോ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിധേയത്വമോ താല്പര്യം കാണിക്കുന്നവർക്കോ മാത്രമായിട്ട് സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ചുരുങ്ങുകയോ ചെയ്യുന്നു എന്നുള്ളത് വലിയ വേദനയോടെയും വലിയ അസ്വസ്ഥതയോടെയും നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോൾ കേരളം പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനങ്ങളിലെങ്കിലും ഇതൊരു വലിയ രീതിയിൽ ചർച്ചയാവുന്നത് നമ്മൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് വാർഡ് തലത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതിനെ നിയമപരമായിട്ട് തന്നെ നിരോധിക്കേണ്ടതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യം, പക്ഷേ വാർഡ് തലത്തിലെങ്കിലും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പലപ്പോഴും ഇതൊന്നും ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ എത്താത്തതിന് കാരണം കേരളത്തിലും നിരാരാധന ഇല്ല എന്ന് പറയുന്ന കേരളത്തിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അന്ധമായ വിധേയത്വമോ താല്പര്യക്കുറവോ ഉള്ള ആളുകളാണ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. ഈ സത്യം നമ്മൾ പലതവണ സത്യവും നമ്മൾ പലതവണ ചർച്ച ചെയ്തു. അവിടെയാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ ഒരു പുതിയൊരു സംവിധാനത്തിലേക്ക് കടക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം ഒതുക്കേണ്ട ഒരു ചർച്ചയാണ്. കാരണം അല്ലാത്തൊരു MLA തെരഞ്ഞെടുപ്പിനോ വാർഡ് തലത്തിലോ ഇത്തരം ഒരു ചർച്ചകൾക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സീറ്റുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്ഥാനാർത്ഥികൾക്ക്, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏത് വ്യക്തിക്കായിട്ടും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ അവകാശം വോട്ടർമാർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തിൽ കാണിക്കുന്നത്. നിങ്ങളുടെ മണ്ഡലത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് താല്പര്യമില്ലാത്ത ആളാണെന്ന് വയ്ക്കുക. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം മികച്ച സ്ഥാനാർത്ഥിയോ മികച്ച ആദർശമോ നിർത്തിക്കാൻ ആ പ്രസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ എന്ന് വിചാരിക്കുന്ന ആളാണെന്ന് കരുതുക. ആ പ്രസ്ഥാനം ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരിക്കൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യുക, ഒരു സ്വതന്ത്രന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക. ഇത് മൂന്നും ഒരു പൗരൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുക. എങ്ങനെ ഈ സാധ്യതകൾ പൗരന് വോട്ടർക്ക് തിരിച്ചു നൽകാമെന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാം എന്നുള്ള പുതിയ നിയമം വരുമ്പോൾ അത് എങ്ങനെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. വാർഡ് തലത്തിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ ജനാധിപത്യം മെച്ചപ്പെടുന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കലാലയങ്ങളിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറയുന്നതിന് പ്രതിരോധിക്കുന്ന അതേ രീതിയിൽ തന്നെ അവർ പറയാൻ പോകുന്നത് സാങ്കേതിക വിദ്യയുടെ പരിമിതിയായിരിക്കും, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയായിരിക്കും. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് അവർ പറയും എവിടെയെങ്കിലും പോയി വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, കൃത്യമായ കണക്കുകളൊന്നും ഇല്ലാതെയാവുന്നില്ല. പിന്നെ അവർ പറയാൻ പോകുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ BJP അടക്കം പറയുന്ന പോലെ തിരഞ്ഞെടുപ്പുകളോട് ചിലവായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ജനങ്ങളുടെ അവസരത്തെ, സ്വാതന്ത്ര്യത്തെ നിഷേധിക്കണം.
അതിനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആദ്യം വേണ്ടത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറല്ല. ജനങ്ങൾ വോട്ട് ചെയ്യുകയും വേണം. വോട്ട് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് ഇതേ പ്രസ്ഥാനങ്ങൾ പറയുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നത്. ഒരു ഉദാഹരണത്തോട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരു വ്യക്തി, അയാൾ കോൺഗ്രസിൻ്റെ അനുഭാവിയാണ് എന്ന് വയ്ക്കുക. ഇത്തവണ കോൺഗ്രസ് എൻ്റെ മണ്ഡലമായ പാലക്കാട് നിർത്തുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥി അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന 10 ആളുകളുണ്ടാവും. ആ 10 പേരിൽ 10 കോൺഗ്രസ്സുകാരുണ്ടാവും, 5 BJPക്കാരുണ്ടാവും, 5 കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, മൊത്തം 20 വോട്ടുകൾ. ഈ 20 പേരും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള ആളുകളാണ്. പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനം, തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എത്തിയ സ്ഥാനാർത്ഥിയോട് അവർക്ക് തീരെ താല്പര്യമില്ല. ഇങ്ങനെ ഉള്ള 20 ആളുകൾ ആ ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ നോട്ടയ്ക്കോ എതിർ സ്ഥാനത്തേക്കോ കുട്ടി പ്രതിഷേധം അറിയിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനം മറ്റൊരു ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ നിർത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് എനിക്ക് താല്പര്യമുണ്ട്, കോഴിക്കോട് ജില്ലയിൽ നിർത്തിയ BJP സ്ഥാനത്തോട് എനിക്ക് താല്പര്യമുണ്ട്, ആലത്തൂർ നിർത്തിയ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി വോട്ട് ചെയ്യുന്നു എന്ന് പരസ്യമായി അറിയിക്കുക. അത് അറിയിക്കുക എന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യാൻ അവിടെ പോയി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടെ വലിയൊരു മാറ്റം അവർ ജനാധിപത്യ സംവിധാനത്തെ സൃഷ്ടിക്കും. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ നേതാവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന സാഹചര്യം മാറിയിട്ട് മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്തുമെന്നിടത്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് നമ്മൾ പലവട്ടം പറയുന്നു, നരേന്ദ്രമോദിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ ഫോട്ടോ വെച്ചിട്ടോ ചെഗുവേര സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോ വെച്ചിട്ടോ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനാധിപത്യമാണ് വലിയ രീതിയിൽ കാഴ്ചാവധി. പ്രത്യേകിച്ചും കോൺഗ്രസോ BJPയോ പോലെയുള്ള സംഘടനകൾക്ക് അങ്ങനെയൊരു അന്ധമായ വീരാരാധനയോ അല്ലെങ്കിൽ അന്ധമായ അഭിനിവേശമോ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പുലർത്താത്ത, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവികൾക്ക് വോട്ട് ചെയ്യാനും പ്രതിഷേധം അറിയിക്കാനുമുള്ള അവസരമുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു അടിമ സമ്പ്രദായം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്ക് പോയി വോട്ട് ചെയ്യേണ്ട സാഹചര്യം, അവർക്ക് പരസ്യമായി അവരുടെ പ്രതിഷേധം അറിയിക്കാൻ പറ്റാത്ത സാഹചര്യം. എന്നാൽ BJPയിലും കോൺഗ്രസിലും ഇതല്ല സ്ഥിതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധം അറിയിക്കാം. അപ്പോൾ തങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥിയോടുള്ള താല്പര്യക്കുറവ് പരസ്യമായി അറിയിച്ചുകൊണ്ട് മറ്റൊരു മണ്ഡലത്തിൽ പോയി തങ്ങളുടെ പാർട്ടിയുടെ തന്നെ മികച്ച സ്ഥാനാർത്ഥിക്ക് ഈ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശം. ആ സന്ദേശമാണ് നേരത്തെ പറഞ്ഞ സർവേയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. രാഷ്ട്രീയവൽക്കരണവും അരാഷ്ട്രീയവൽക്കരണവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും നിർവചിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ രാഷ്ട്രീയ ആശയങ്ങളോടുള്ള വിധേയത്വമില്ലായ്മയുമല്ല. കൃത്യമായ നിലപാടുകൾ എടുക്കുകയും സുതാര്യമായ ഒരു പൊതുജീവിതം ഉള്ള ആളുകളും ഉണ്ടെങ്കിൽ ജനാധിപത്യ സംവിധാനം തന്നെയാണ് മികച്ചത് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ സർവേയും സൂചിപ്പിക്കുന്നത്. മികച്ച വ്യക്തികൾ വരുന്ന സമയത്ത്, നിഷ്പക്ഷത എന്ന് തോന്നുന്ന വ്യക്തികൾ വരുന്ന സമയത്ത്, ഈ നിഷ്പക്ഷത എന്ന് തോന്നുന്ന വ്യക്തികൾ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചായ്വ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുറവ് നികത്തുകയും അവരുടെ വ്യക്തിപ്രവാഹം കൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ തിരുത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ അതീതമായി തങ്ങളെ സേവിക്കുകയോ തങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയോ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂട്യൂബിന് ശേഷവും ഫേസ്ബുക്കിന് ശേഷവും ജനിച്ച ഒരുപാട് ആളുകൾ വോട്ടർമാരായിട്ട് വരികയാണ്. ഒരു 2-3 വർഷം കഴിയുമ്പോൾ വാട്സപ്പിന് ശേഷം ജനിച്ച ആളുകൾ വരികയാണ്. പിന്നെയും ഒരു 10-15 വർഷം കഴിയുമ്പോൾ കൊറോണയ്ക്ക് ശേഷം ജനിച്ച ആളുകൾ വരികയാണ്. അപ്പോൾ തങ്ങളുടെ പൈതൃകത്തോടോ തങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തോടോ തങ്ങളുടെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തോടോ ആ പോരാട്ടങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതുമായി മാനസികമായ ഐക്യം സ്ഥാപിക്കാൻ, മാനസികമായ ഒരു അടുപ്പം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു വലിയ കൂട്ടം വോട്ടർമാർ ഓരോ വർഷവും കടന്നു വരികയാണ്. ലോകം കൂടുതൽ വിശാലമാകുന്നു. എൻ്റെ നാട്ടിൽ എനിക്ക് ജാതി വിവേചനമുണ്ട്, മതവിവേചനമുണ്ട്, മികച്ച സൗകര്യങ്ങളില്ല, രാഷ്ട്രീയക്കാർ ഗുണ്ടകളാണ് എന്ന് തോന്നുമ്പോൾ എൻ്റെ നാട് വിട്ട് പോകാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ട്രെയിൻ യാത്രയേക്കാൾ ലാഭകരവും സുരക്ഷിതവുമാണ് വിമാനയാത്ര ചിന്തിക്കുന്നതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ലോകം, തുറന്നൊരു ലോകം വരുന്നൊരു ഘട്ടത്തിൽ അന്ധമായ രാഷ്ട്രീയ ആരാധന ജനങ്ങൾ വെച്ചു പുലർത്തണം എന്ന് ചിന്തിക്കുന്നൊരു മാനസികാവസ്ഥയാണ് ഈ വോട്ടർമാർക്ക് സാധ്യതകൾ നിഷേധിക്കപ്പെടുന്ന ഈ സംവിധാനം. നിങ്ങൾക്കിഷ്ടമുള്ള 2 മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയക്കാരന് സ്ഥാനാർത്ഥി നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു മണ്ഡലത്തിൽ
വോട്ട് ചെയ്യാൻ, ഒരു വോട്ട് 2 വോട്ടില്ല, ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാ പൗരും നൽകാൻ കഴിഞ്ഞാൽ, കുറഞ്ഞ പക്ഷം സ്വന്തം സംസ്ഥാനത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 14 ജില്ലകളിൽ എവിടെ പോയിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞ നിയമം മാറ്റാൻ കഴിഞ്ഞാൽ മികച്ച സ്ഥാനാർത്ഥികളെ, മികച്ച വ്യക്തിത്വമുള്ളവരെ നിർത്തേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമായി മാറും. അവിടെ ജനാധിപത്യം വിജയിക്കുകയാണ്, ജനങ്ങളുടെ അവകാശങ്ങളും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും വിജയിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. ജനങ്ങളുടെ ജനാധിപത്യം. എനിക്ക് വോട്ട് ചെയ്യാനും എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാനും അവകാശം എന്നിൽ നിക്ഷിപ്തമായ ഒരു ജനാധിപത്യം. ആ ജനാധിപത്യത്തിനുള്ള ഒരവസരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ചർച്ചയ്ക്ക്, പുതിയൊരു മാറ്റത്തിന് നമുക്ക് തിരികൊടുക്കാം.